നമ്മുടെ ഫേസിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചിലരുടെ ഫേസിൽ ലിപ്സിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടാവും. ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളൊരു 30-35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഒന്ന് ഇടിഞ്ഞു തൂങ്ങാനൊക്കെ തുടങ്ങും. ആ ഒരു സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അരിപ്പൊടിയുടെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ. സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. ഒരു അരമുറി തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ പിഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റാഗിപ്പൊടിയാണ്. ചിലർ പഞ്ഞപ്പുല്ലെന്നും കുറുമ്പുല്ലെന്നും ഒക്കെ പറയും. കുട്ടികൾക്ക് കുറുക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. റാഗിപ്പൊടി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. റാഗി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ 1 സ്പൂൺ റാഗിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. തിളപ്പിക്കാത്ത പാലാണ് നമുക്ക് വേണ്ടത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്കിത് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫേസിലെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും അധികം ഇല്ലാത്തവരാണെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഞാനിത് ആ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു 35 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മളിത് ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ സ്കിന്നൊന്നും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങളുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.